ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനൊരു ബീഡിങ് മെഷീൻ വാങ്ങിച്ചു. നമുക്ക് കുട്ടികൾക്കാണേലും സ്ത്രീകൾക്കാണേലും ബ്ലൗസിലും ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ബീഡ്സ് പിടിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു മെഷീൻ. അപ്പം ഞാനത് ഓപ്പൺ ചെയ്തു എങ്കിലും എനിക്ക് എൻ്റെ കൂട്ടുകാരെല്ലാം അതൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം നമുക്ക് മെഷീൻ കാണാം. എങ്ങനെയാണ് അതിൽ ബീഡ്സ് പിടിപ്പിക്കുന്നതെന്നും ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈൻ വഴി വരുത്തിയതാണ് സംഭവം. ബീഡിങ് മെഷീൻ, ഹാൻഡ് ബീഡിങ് മെഷീൻ, ബീഡ്സ് പിടിപ്പിക്കുന്നതിനായിട്ടുള്ള ഇതാണ് സംഭവം. കണ്ടോ, ഇവിടെ ഒരു ഹാൻഡിലുണ്ട്, ഇവിടെ ഒരു നമ്മൾ ബീഡ്സ് വെക്കുന്നതിനൊരു ഹോൾഡറുണ്ട്, പിന്നെ അതിൻ്റെ ഈ ഹുക്ക്, ഈ ലോക്ക് ചെയ്യുന്നതിനുള്ള ലോക്ക് വെക്കുന്നതിനായിട്ടൊരു ചെറിയ ഹോൾ ഇവിടെ ഉണ്ട്. കണ്ടോ, ഇവിടെ ബീഡ്സ് പിടിപ്പിക്കും. അപ്പോൾ ബീഡ്സിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കിത് മാറ്റുകയും ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഊരിയെടുക്കാം. ഇതിങ്ങനെ ഊരിയെടുത്ത് കണ്ടോ, ഇതിനകത്തേക്കാണ് നമ്മൾ ബീഡ്സ് കയറ്റുന്നത്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ ബീഡ്സിൻ്റെ ഒരു പാക്കറ്റ് കൂടെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. വലിപ്പം അനുസരിച്ച് വെക്കുന്നതിനായിട്ടാണ് ഒരു കവറിൽ പല വലിപ്പത്തിനനുസരിച്ചുള്ള ബീഡ്സ് പിടിപ്പിക്കുന്നതിനായിട്ടുള്ളതും ഉണ്ട്. വേണ്ടേ, ഇത് ചെറുത് പിടിപ്പിക്കുന്നതിനായിട്ടുള്ളതാണ്. ഇത് അതിൽ അല്പം കൂടെ ചെറിയത് പിടിപ്പിക്കാനായിട്ടാണ്. ഇതല്പം വലിയ ബീഡ്സ് പിടിപ്പിക്കുന്നതിനായിട്ടുള്ളതാണ്. ഇതും അതുപോലെ തന്നെ വലുതാണ്. പിന്നെ രണ്ട് എക്സ്ട്രാ ഇതിവിടെ തന്നിട്ടുണ്ട്. ഈ റബ്ബർ ഹോൾഡർ പോലെ തന്നിട്ടുണ്ട്. രണ്ടെണ്ണം എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ടോട്ടൽ 5 ഈ ബീഡ്സ് പിടിപ്പിക്കുന്നതിനുണ്ട് ആ ഹോൾഡർ കിട്ടുന്നുണ്ട്. 5 ഹോൾഡറുണ്ട് ടോട്ടൽ. 2 എക്സ്ട്രാ ഈ റബ്ബർ റിങ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കെന്ന് പറയുന്നത് നമ്മൾ ഏത് വലിപ്പത്തിലുള്ള ബീഡ്സാണോ നമ്മുടെ വസ്ത്രത്തിൽ പിടിപ്പിക്കാനുള്ളത് അതിൻ്റെ അനുസരിച്ചുള്ള ബീഡ്സിൻ്റെ ഈ സംഭവം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യണം. ഇങ്ങനെ റൈറ്റ് മോഡ് തിരിച്ചു കഴിയുമ്പോൾ ഇത് ടൈറ്റായി, ഇതിലത് ഫിറ്റായി. കണ്ടോ, പിന്നെ ഇങ്ങനെ താഴേക്കും മുകളിലേക്കും പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബീഡ്. അപ്പോൾ ഇവിടെ വെക്കാനുള്ള ആ ഹോൾ ഇതും ഞാൻ കാണിക്കാം. പിന്നിൻ്റെ ലോക്ക് ചെയ്യുന്ന ആ സാധനം കൂടെ കാണിക്കാം. അപ്പം ഞാനിത് കുറച്ച് എൻ്റെ കളക്ഷൻസാണ്, ബീഡ്സുകളുടെ കളക്ഷൻസാണ്, പല കളറിലുള്ള. അപ്പം നമ്മളിതിലേക്ക് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബീഡ്സിന് ഹോൾ ഉണ്ടാവില്ല. നമ്മൾ ഹോൾ ഇല്ലാത്ത ബീഡ്സ് ആയിരിക്കും നമുക്ക് വസ്ത്രത്തിൽ പിടിപ്പിക്കാൻ സൗകര്യം. ഹോളുള്ളത് കൊണ്ട് നമ്മൾ സൂചി നൂലും കൊണ്ട് തയ്ച്ച് പിടിപ്പിക്കാനുള്ളൂ. ഇതിന് ഹോൾ വേണ്ട. ഇങ്ങനെ ഫുൾ റൗണ്ടായിട്ട് മാത്രമുള്ള ബീഡ്സുകളാണ്. ബ്ലാക്ക്. അപ്പോൾ ഞാനിവിടെ ഈ ബീഡ്സുകൾ ഈ ബ്ലൗസിലേക്കൊന്ന് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ സിൽവർ കളറിലുള്ള ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലൗസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്ഥലം ഒന്ന് പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇത് ബാക്ക് നെക്കാണ്, ബ്ലൗസിൻ്റെ ബാക്ക് നെക്കാണ്. നമുക്ക് ഇവിടെ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പൈപ്പിങ്ങിനോട് ചേർന്ന് നമുക്കൊരു 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക ഇവിടെ.
1/2 ഇഞ്ചല്ല, ഞാൻ ഓരോ ഇഞ്ച് ഇടവിട്ട് മാർക്ക് ചെയ്യണേ. അപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ മെഷീനിൽ ഇതിൻ്റെ പിന്നോടെ എടുത്ത് വെക്കണം. ലോക്കിങ് പിന്നും കൂടെ ഉണ്ട് ഇതിന്. ഇത് പിന്നിൻ്റെ പാക്കറ്റ്. ഇത് ഞാൻ ഓൺലൈൻ വഴി വരുത്തിച്ചതാണ്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിൽ നിന്നും കേട്ടോ. പിന്നുകൾ ഇതാണ്. ഒരൊറ്റ മുള്ള് പോലെ, ഒരൊറ്റ അതിൻ്റെ മുള്ള് പോലെയും മറ്റൊരൊറ്റ ഉരുണ്ടുമിരിക്കും. അപ്പം അങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ പിന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അതിനകത്തേക്ക് വീണു. എന്നിട്ട് മേളിലത്തെ ഭാഗത്ത് നമ്മൾ ഈ ബീഡ്സ് ഉണ്ടല്ലോ, മുത്ത് മേളിലത്തെ ഭാഗത്തേക്ക് കയറ്റി. ഇത് നമുക്ക് എവിടെയാണോ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി ആ പോയിന്റിൽ വെക്കുക. കണ്ടോ? എന്നിട്ട് ഈ റെഡ് കളറിലൊരു ഹാൻഡിൽ കാണുന്നുണ്ടല്ലോ, അതിങ്ങനെ പിടിച്ച് പ്രസ് ചെയ്യുക. പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തു. അപ്പോൾ അവിടെ തന്നെ ആ ബീഡ് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ഇങ്ങോട്ട് എടുക്കുക. കണ്ടോ? കാണുന്ന ഇങ്ങനെ ഇത് സെറ്റായി കിട്ടും. ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ട ബീഡ്സുകളെല്ലാം അതുപോലെ തന്നെ നമ്മൾ വീണ്ടും മുത്ത് ഇതിൽ വെക്കുക. അതിൻ്റെ പിന്നെ അതിൻ്റെ താഴത്തെ ഭാഗത്ത് വെക്കുക. അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്യുക. ഒത്തിരി പ്രസ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒത്തിരി പ്രസ് ചെയ്താൽ ഈ മുത്ത് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഒരു മിനിമം നമ്മുടെ ഹെൽത്ത് യൂസ് ചെയ്യാവുള്ളൂ അവിടെ. കണ്ടോ? ഇങ്ങനെ മുത്തുകൾ ഇതിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ അടിയിൽ കണ്ട ആ ലോക്ക് പിൻ കണ്ടോ? ചെറിയ രീതിയിലൊരു മുട്ട് പോലെ കാണുന്നുണ്ടല്ലോ, ആ ലോക്ക് ചെയ്യുന്ന പിന്നാണ്. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. കുട്ടികളുടെ ഫ്രോക്കിലും അതുപോലെ ഇപ്പം തന്നെ ഇതിൻ്റെ കൈ കണ്ടോണം, കൈയുടെ ഡിസൈൻ നോക്കണം. ഇതിൻ്റെ സ്ലീവിൻ്റെ ഇത് കണ്ടോ, ഒരു ഡിസൈൻ കണ്ടോ? അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമുക്കൊരു മുത്ത് വെക്കണമെങ്കിൽ നമുക്കതിൻ്റെ നടുക്ക് അങ്ങനെ മുത്തുകൾ പിടിപ്പിക്കാം. അപ്പോൾ അവിടെ നമുക്കൊരു ഗോൾഡൻ കളറിലുള്ള മുത്ത് പിടിപ്പിക്കാം. കണ്ടോ? ഇങ്ങനെ ഇതിൻ്റെ റൗണ്ട് മൊത്തം ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. നിങ്ങൾക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ബീഡ്സ് പിടിപ്പിച്ച് കഴിഞ്ഞു. കണ്ടില്ലേ അതിൻ്റെ ഡിഫറൻറ്റ് നോക്കുക. ഇത് ബീഡ്സ് പിടിപ്പിക്കുന്നതിന് മുമ്പും ശേഷമുള്ള ഭംഗിയുണ്ടോ? ഇതുപോലെ വസ്ത്രങ്ങൾക്ക് മൂടി പിടിപ്പിക്കാൻ ബീഡ്സ് മെഷീൻ. ഇതിന് ഒത്തിരി വിലയൊന്നുമില്ല കേട്ടോ. ഇതിന് ഏകദേശം ഇത് നമുക്ക് ടേബിളിൽ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ 2 ഹോളുണ്ട്. ഇതിന് സ്ക്രൂ ഇട്ട് മുറുക്കി നമുക്ക് ടേബിളിൽ ഫിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കാം. നമ്മൾ ഈ പഞ്ചിങ് മെഷീനൊക്കെ പോലെ തന്നെ ഇതും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്നതിനായിട്ട് 2 ഹോളുണ്ട്. അത് സ്ക്രൂ ഇട്ട് നമുക്ക് ടേബിളിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്.
അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ. നമ്മുടെ ബീഡ്സ് മെഷീൻ കണ്ടു. ബീഡ്സ് മെഷീനിലൂടെ എങ്ങനെയാണ് നമുക്ക് ബീഡ്സ് വസ്ത്രത്തിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുക എന്നും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് അറിയാത്തവർക്കായിട്ട് വളരെയധികം ഉപകാരമായിരിക്കും ഈ വീഡിയോ എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും മറ്റൊരു വീഡിയോയിലൂടെ ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.